ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരികയാണ്. അവിടെയാണ് ഈ പറയുന്ന പുകഴ്ത്തുപാട്ട്, ഈ വാഴ്ത്തുപാട്ട്, പടനായകൻ എന്നൊക്കെ അടിമുടി വാഴ്ത്തിപ്പാടുന്ന ഒരു വാഴ്ത്തുപാട്ടിന് വേണ്ടിയുള്ള സംഘം അവിടെ റെഡിയായി സജ്ജമായി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാടുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി മുഖ്യമന്ത്രി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണോ എന്നറിയില്ല. മുഖ്യമന്ത്രിയെ അവിടെ നിർത്തി ഈ സ്തുതിഗീതം പാടാനാണോ പ്ലാൻ എന്ന കാര്യം അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി വരാൻ പോകുന്നു. ഈ പറഞ്ഞ ചെണ്ട അടക്കമുള്ള കമ്പടിയോടുകൂടി മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗായക സംഘം, ഈ വാഴ്ത്തുപാട്ടിൻ്റെ ഗായക സംഘം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. റിഹേഴ്സലൊക്കെ പൂർത്തിയായി നിൽക്കുകയാണ്. പടനായകൻ എന്നും ഫിനിക്സ് പക്ഷി എന്നും അങ്ങനെ എന്താണ് കുറേയധികം തവണ പിണറായി എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകതരം വാഴ്ത്തുപാട്ടാണ് ആ പാട്ട്. നല്ല ഈണത്തിൽ താളത്തിൽ പാടുന്നൊരു വാഴ്ത്തുപാട്ടാണ്. അപ്പോൾ ആ താളത്തിൽ പാടാൻ വേണ്ടി ഗായക സംഘം അവിടെ റെഡിയായി ഓൾ സെറ്റായി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. അലക്സ് മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, മുഖ്യമന്ത്രി വന്ന് മുഖ്യമന്ത്രി നിർത്തിപ്പാടാനാണോ? പാട്ടോടെ പാട്ട് പാടാൻ തുടങ്ങാൻ നിർദ്ദേശം കൊടുക്കുമ്പോഴും തുടങ്ങാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രിയുടെ വരവിന് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചാണ് ചെങ്കൊടി കടത്തിലേക്ക് കേരളം നയിക്കയാ ചെമ്പഴയ്ക്ക് കാവല ചെങ്കടക്കടപ്പുറ ചെങ്കൊടി കടത്തിലേക്ക് കേരളം നയിക്കയാ വിപ്ലവത്തിൻ പാതയിൽ ജീവനേകം കാട്ടിയും ശക്തമായ വന്ധനങ്ങളേറ്റ് ധീരസാരഥി ചെമ്പഴയ്ക്ക് കാവല ചെങ്കടക്കടപ്പുറ ചെങ്കൊടി കടത്തിലേക്ക് കേരളം നയിക്കയാ. തൊഴിലാളികൾക്ക് തോഴനാ ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിടും ചെങ്കൊടി പ്രഭയിലൂടെ വാനവർക്ക് മാതൃക ചെമ്പഴയ്ക്ക് കാവല ചെങ്കടൽ കടപ്പുറ ചെങ്കൊടി കടത്തിലേക്ക് കേരളം നയിക്കയാ. സമരധീര 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 സാരഥി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് വരികയാണ്. സ്തുതിഗീതം അവിടെയുണ്ട്. മുഖ്യമന്ത്രി ഉള്ളപ്പോൾ പാടുന്നില്ല എന്ന് ആയിരുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വാഴ്ത്തുപാട്ട് കേട്ടുകൊണ്ട് ആ സ്തുതിഗാനം കേട്ടുകൊണ്ടാണ് ആ വേദിയിലേക്ക് വരുന്നത്. സൂര്യനായിടും
ചെങ്കൊടിപ്രഭയിലൂടെ വാനവർക്ക് മാതൃക ചെമ്പഴക്ക് കാവലാം ചെങ്കനൽ കടപ്പുര ചെങ്കൊടിക്കരത്തിലേക്ക് കേരളം ധരിക്കയാ നിന്റെ പാതയിൽ തടസ്സമായിടുന്ന കടലുകൾ പാദമോടി കൈകളിൽ നാടിനെ ചേർത്തുമെത്തി മാനവർക്ക് രക്ഷയേകി ജൈവസേവനങ്ങളിൽ വികസനത്തിൽ പാതയിൽ കൈവിളക്കുമായി വഴികാട്ടി നീ സാധനായി ലോകകാലവും വർഷക്കേടിയും ആയിരങ്ങളെ കവർന്ന നാളിൽ തടഞ്ഞിടാതെ ജീവനുള്ള നാൾ വരെ സുരക്ഷിതത്വമേകിട മണ്ണിനത്തിലേക്ക് അണങ്ങി സമരധീര സാരഥി പിണറായി വിജയൻ സമരധീര സാരഥി പിണറായി വിജയൻ ചെമ്പഴക്കി താമര ചെങ്കന കടപ്പുര ചെങ്കൊടി കരത്തിലേക്ക് കേരളം ധരിക്കയാം വിപ്ലവത്തിന്റെ പാതയിൽ ശ്രീകരനെ നാട്ടിൽ ശക്തമായ മറ്റരങ്ങളേറ്റ ധീര സാരഥി നർസനാ 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 മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ഈ സ്തുതിഗീതം പാടി അവസാനിപ്പിച്ചു. കാക്കിയിട്ട കോമരങ്ങളൊക്കെ വിറച്ചതും ശക്തമായ ത്യാഗപൂർണ്ണ ജീവിതം വരിച്ചവൻ, പാടവും പറമ്പും കേരമൊക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയവൻ, പണിയെടുത്ത ഭക്ഷണത്തിനായി പൊരുതും അച്ഛനെ തഴുകിയ കരങ്ങളിൽ ഭരണചക്രമായുധ എന്നൊക്കെ പറഞ്ഞ് ആയുധം അച്ഛന്മാർക്ക് ക്ഷേമമാം പെൻഷനും പാർപ്പിടത്തിനായി പൊരുതി പാർപ്പിടം വരിച്ചവർ, ജീവനുള്ള നാൾ വരെ സുരക്ഷിതത്വമേകുവാൻ പദ്ധതികളൊക്കെ ജനതയ്ക്ക് നൽകിയോൻ, സമരധീര സാരഥി പിണറായി വിജയൻ, പടയുടെ മുൻപിൽ പടനായകൻ. പൂവത്തൂർ ചിത്രസേൻ എഴുതി പൂർത്തിയാക്കിയ ആ വരികളാണ് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആ വാഴ്ത്തുപാട്ട് പറഞ്ഞു പാടി പൂർത്തിയാക്കിയത്. അലക്സ് റാമോമു ചേരുന്നു. അലക്സ്, വാഴ്ത്തുപാട്ടാണെങ്കിലും കുറച്ചു സാഹിത്യ ഭംഗിയുള്ള കുറച്ച് നല്ല വരികൾ കൂടി ആകാമായിരുന്നു എന്ന് കേട്ടപ്പോൾ തോന്നി അലക്സ്? ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലെന്തി കേരളം നെയ്ക്കയായി, തൊഴിലിനായി പൊരുതിയും ജയിലറകൾ നേടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ സമരധീര സാരഥി പിണറായി വിജയൻ. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് കൂടെ പറയുന്നുണ്ടായിരുന്നു പാട്ടിൽ. മതതീവ്രവാദികളെ തച്ചുടച്ച് നീങ്ങവേ പിന്തിരിഞ്ഞു നോക്കിടാതെ മുന്നിലേക്ക് പോവുകയും ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിടും ചെങ്കൊടി പ്രഭയിലൂടെ ലോകരിക്കു മാതൃകയായി. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെയും സമരധീര സാരഥി പിണറായി വിജയൻ, പടയുടെ മുന്നിൽ പടനായകൻ എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. ദുരിതപൂർണ്ണ ജീവിതം വിപ്ലവത്തിൻ പാതയിൽ കുടുംബബന്ധമൊക്കെയും തടസ്സമല്ല ഓർക്കണം എന്ന് പറയുന്നു. പഠനകാലമൊക്കെയും പടയുടെ നടുവിലായി എതിർത്തവർക്ക് ഉടനടി മറുപടി കൊടുത്തയാൾ. പിന്നെ വീണ്ടും വരുന്നു സമരധീര സാരഥി പിണറായി വിജയൻ, പിന്നെയും വരുന്നു. ക്രൂരമാ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിടുമ്പോഴും ശത്രുവിന്റെ മുൻപിൽ തലകുനിച്ചിടാത്തയാൾ, അടിയന്തരാവസ്ഥയിൽ അടിച്ചൊടിച്ചു ദേഹമേ രക്തമേറ്റ വസ്ത്രമിട്ടു സഭയിലേക്ക് വന്നവൻ എന്നൊക്കെ പറയുന്ന കാക്കിയിട്ട കോമരങ്ങളൊക്കവേ വിറച്ചു ശക്തമായ ത്യാഗപൂർണ്ണ ജീവിതം വരിച്ചവൻ. പിന്നെയും വീണ്ടും വരുന്നു സമരധീര സാരഥി പിണറായി വിജയൻ, പടയുടെ മുൻപിൽ പടനായകൻ എന്ന് പറയുന്ന ആ വാഴ്ത്തുപാട്ടാണ് ഇപ്പോൾ ആ വേദിയിൽ പാടി പൂർത്തിയാക്കിയത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കെ അത് പാടില്ല എന്നാണ് പറഞ്ഞിരുന്ന കാര്യം വിവാദമായ പശ്ചാത്തലത്തിൽ. അപ്പോൾ എന്തായാലും ഈ പാട്ട് പാടുന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അറിഞ്ഞിരിക്കണം. എന്തായാലും അറിയിച്ചു. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ആ ചോദ്യം ഉണ്ടായതുമാണ്. അപ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് മാറ്റുക എന്ന നിർദ്ദേശമൊന്നും നൽകേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും തോന്നിയിട്ടുണ്ടാകണം. എന്തായാലും മുഖ്യമന്ത്രി ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ആ വാഴ്ത്തുപാട്ട് പാടി പൂർണ്ണമാക്കി. അലക്സ്, ഞാൻ ചോദിച്ചത് ശരിയാണ്, വാഴ്ത്തുപാട്ടാണ്, അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി ഇരുത്തി പാടുന്ന പാട്ട് കുറച്ചുകൂടി നല്ല ലിറിക്സ് ആകാമായിരുന്നു എന്ന് തോന്നി അലക്സ്?
ഹാഷ്മി തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പൊതുഭരണ വകുപ്പിലെ മുൻ ക്ലർക്കായിരുന്ന പൂവത്തൂർ ചിത്രസേനയാണ് ഈ ഗാനം രചിച്ചത്. സാധാരണ ഒരു വിപ്ലവ ഗാനത്തിന്റെ അതിന്റെ ഒരു ഈണമൊക്കെ ആയിരുന്നു. അങ്ങനെ അടിച്ചടിച്ച് വിപ്ലവ ഗാനം എങ്ങനെ കേൾക്കുക ആ തരത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ ഒരു പ്രത്യേകത അതൊരു ഇടത് രാഷ്ട്രീയത്തിന് അത് ചേർന്നതാണോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വ്യക്തി കേന്ദ്രീതമായ സ്തുതിഗീതങ്ങൾ അത്ര കണ്ട് പരിചിതമല്ല ഇടത് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇടത് നേതാക്കൾ അതിനങ്ങനെ നിന്നുകൊടുക്കുന്ന ആളുകളുമല്ല. നേരത്തെയും സമാനമായി പാറശാലയിൽ ഒരു പരിപാടി സമാനമായി സംഘടിപ്പിക്കവേ അത് വലിയ വിവാദമാക്കി ആ പാട്ട് മാറ്റുകയും ചെയ്തിരുന്നു. ഇന്ന് ഇപ്പോൾ അതായത് ഈ കേരള സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ്ണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ ഗാനം ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു സ്തുതിഗീതം വരുന്നു എന്ന വാർത്ത പുറത്തു വന്നത് വിവാദമായ പശ്ചാത്തലത്തിൽ തന്നെ എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ തീരുമാനമെടുത്തിരുന്നത് ഈ ഗാനത്തിൽ നിന്ന് എന്തായാലും പിന്നോട്ട് പോകുന്നില്ല. അത് നേരത്തെ തന്നെ സംഘടനാ തീരുമാനപ്രകാരം ചിട്ടപ്പെടുത്തിയതാണ്, തയ്യാറാക്കിയതാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അത് പാടില്ല എന്നൊരു തീരുമാനം അവർ കൈക്കൊണ്ടിരുന്നു. മുഖ്യമന്ത്രി ഊറ്റുകുഴിയിൽ ഈ കെട്ടിടം ഈ സുവർണ്ണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പൊതുസമ്മേളനം നടക്കുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിലെ പ്രത്യേക വേദി ഈ ഗാനം ആലപിക്കും. അത് ഈ ജീവനക്കാർ ആലപിക്കും, അത് വനിതാ ജീവനക്കാർ അതുപോലെ പുരുഷ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന ഗാനം ആലപിക്കും. മുഖ്യമന്ത്രി ഇവിടെ എത്തുമ്പോൾ ആ ഗാനം അത് കഴിയും എന്നുള്ളതായിരുന്നു നേരത്തെ കണക്ക് കൂട്ടിയത്. പക്ഷെ അങ്ങനെയല്ല, ആ ഗാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി കടന്നു വന്നത്. മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി ഈ വാഴ്ത്തുപാട്ട് ഇവർ പാടി. അതുമാത്രമല്ല, വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കുകയാണ്. നമ്മൾ കേട്ടതുപോലെ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന ഗാനവും ഈ ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്ത ധീരൻ എന്നൊക്കെയുള്ള വാഴ്ത്തുപാട്ട് സ്തുതിഗീതം അതങ്ങനെ ഉണ്ടായത് മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കെ തന്നെയാണ് അവർ പാട്ടുപാടി അവസാനിപ്പിച്ചതും ആ ഗാനം പാടി അവസാനിപ്പിച്ചതും എന്നുള്ളതാണ്. ഇതിൽ ഈ ഭാരവാഹികൾ നൽകുന്ന വിശദീകരണം അവർ നേരത്തെ നമ്മളോട് സംസാരിച്ചത് അവർ പറയുന്നത് ഇത്തരത്തിൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്നുള്ളതാണ്. സംഘടനയുടെ തീരുമാനം തന്നെയായിരുന്നു. ഇത്തരത്തിലൊരു ഗാനം വേണമെന്നുള്ളത് സംഘടനയുടെ ഒന്നാകെയുള്ള തീരുമാനമായിരുന്നു. അതിനുള്ള മുന്നൊരുക്കമൊക്കെ അവർ നേരത്തെ നടത്തിയിരുന്നു. ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ഈ ഗാനം മാറ്റാൻ, ഇത് സ്തുതിഗീതമാണ്, അത് വാഴ്ത്തുപാട്ടാണ്, അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ അത്ര പരിചിതമല്ലാത്ത കാര്യമാണ്, അത് അത്ര കണ്ട് നല്ലതല്ല എന്നതടക്കമുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയും പ്രതിപക്ഷമടക്കം വലിയ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അല്ല അലക്സ്, ഇപ്പൊ ഈ പറഞ്ഞ സ്തുതിഗീതങ്ങൾ, വ്യക്തിപൂജ, വ്യക്തി ആരാധന എന്ന് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പതിവുള്ളതല്ല എന്ന് നമ്മൾ കുറച്ചു കാലം മുൻപ് വരെ പറഞ്ഞതാണ്. നമ്മൾ അതിനുശേഷം കുറേയധികം സ്തുതിഗീതങ്ങളും അതിനെ ന്യായീകരിക്കുന്നതും കാരണഭൂതം തിരുവാതിരകളും ഒക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല, പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ അനുവദനീയമാണല്ലോ. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ അത് പാടുന്നത്. പക്ഷേ അത് പാടുമ്പോൾ തന്നെ കൊറോണ നിപ്പയൊക്കെ തകർത്തെറിഞ്ഞ നാടിതെ, കാലവർഷക്കെടുതിയും ഉരുൾപൊട്ടലൊക്കവേ, ദുരിതപൂർണ്ണ ജീവിതം ഇരുളിലായ കാലവും. അലക്സ്, അതിൽ എൻ്റെ പ്രശ്നം ഇത് കാരണഭൂതം പോലെ സാഹിത്യഭംഗിയില്ലാത്തതായി പോയി. അത് കുറച്ചുകൂടി നല്ല വരികളാകാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അലക്സ്, തീർച്ചയായും സംശയം. അതായത് ആ ഗാനത്തിൽ അല്പം കൂടി ഒരു ചിട്ട വരുത്താമായിരുന്നു. അത് തീരെ വിമർശിക്കാനുമായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഭക്തിഗാന ഫോർമാറ്റായി പോയി അലക്സ്. തീർച്ചയായും ഹാഷ്മി, അത് ഒരു ഭക്തിഗാനത്തിന്റെ എല്ലാ സ്വഭാവമുള്ള ഒരു ഗാനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അലക്സ മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ മുഖ്യമന്ത്രി അതിൻ്റെ അകമ്പടിയിലാണ് ഇങ്ങനെ പതിയെ നടന്നു വന്നത്. അങ്ങനെ അകമ്പടിയിൽ അതിങ്ങനെ ഒരു വിപ്ലവഗാനം പാടുന്ന പോലെയാണ് പാടിയത്. പക്ഷേ അത് ഭക്തിഗാനം പോലെയാണ് പുറത്തേക്ക് കേട്ടത്. വിപ്ലവഗാനം പാടുന്ന ഫോർമാറ്റിൽ അത് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി വേദിയിലേക്ക് വന്ന് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അത് തീരുന്ന എന്താണത് അവർ കരുതുന്ന ആവേശഭരിതമായി തീരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നറിയില്ല. അപ്പം അത് ഏറ്റവും ഒടുവിൽ അവസാനിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അച്ഛനമ്മമാർക്ക് ക്ഷേമമാം പെൻഷനും പാർപ്പിടത്തിനായി പൊരുതി പാർപ്പിടം വരിച്ചവർ ജീവനുള്ള നാൾ വരെ സുരക്ഷിതം നേടാൻ പദ്ധതികളൊക്കെയും ജനതയ്ക്ക് നൽകിയാണ്. ഒറ്റ ശ്വാസത്തിൽ സമരധീര സാരഥി പിണറായി വിജയൻ, പടയുടെ മുൻപിൽ പടനായകൻ എന്നൊക്കെ പാടി അവസാനിക്കുന്ന സമയത്തൊക്കെ മുഖ്യമന്ത്രി ആ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ P. ജയരാജന് അവിടെ കണ്ണൂരിൽ ഒരു പാട്ട്, കനൽ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടായപ്പോൾ P. ജയരാജനെതിരെ നടപടി ഉണ്ടാവാൻ കാരണമായ പാട്ടായിരുന്നു ആ പാട്ട്. മാത്രമല്ല, പണ്ട് VS അച്യുതാനന്ദനെതിരെ ശംഖുമുഖത്ത് VS-ന് അനുകൂല മുദ്രാവാക്യം ഉണ്ടായപ്പോൾ ഉഷാവുദ്ദിപ്പിന്റെ ഗാനമേളയല്ല, കള്ളു കുടിച്ച് നിർത്തേണ്ട വേദിയൊന്നും അല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ വേദിയിലിരുന്ന്